മീര ചെയ്യാനായിട്ട് എന്തായാലും അങ്ങനത്തെ കാര്യങ്ങള് റിം ചേച്ചി ചെയ്തിട്ടുണ്ടാവും. എനിക്ക് അത് എന്തായാലും അറിയാൻ ഭയങ്കര ക്യൂരിയസ് ആണ്. കാരണം തെങ്ങ് കയറുന്ന സംഭവമൊക്കെ ഡിഫിക്കൾട്ട് വാസ് ഇറ്റ്? ഇറ്റ് വാസ് ഫിസിക്കലി സ്ട്രെയിനിങ്. ബിക്കോസ് നമ്മൾ സ്ഥിരമായി ഇപ്പൊ നമ്മളൊരു കാര്യം സ്ഥിരമായി ചെയ്യുമ്പോഴാണല്ലോ അതിനൊരു അനായാസമായിട്ട് ചെയ്യാനും അല്ലെങ്കിൽ ആ സ്പെസിഫിക് മസിൽ സെറ്റ് ഡെവലപ്പ് ആവുന്നത്. അപ്പൊ നമ്മൾ ഒരിക്കലും നമ്മൾ ഇങ്ങനെ കേറിയിട്ടില്ല. അതും അങ്ങനെ ആ ഒരു ആക്ഷൻ ഇസ് നോട്ട് സംതിങ് ദാറ്റ് വി ഡു റെഗുലർലി, റൈറ്റ്? ഈ തെങ്ങ് കയറുന്ന എത്ര റീടേക്ക് എടുക്കുക അങ്ങനെ എന്തെങ്കിലും? ഞാനൊരു അര ദിവസം അതിന്റെ മുകളിലായിരുന്നു. എന്റെ പൊന്നോ, അന്ന് ഞാൻ കരഞ്ഞില്ലെന്നുണ്ട്. പക്ഷെ ഈ പറയുന്ന പോലെ നമ്മളിതല്ലാതെ ഒരിക്കലും ചെയ്യാൻ പോകുന്നില്ല. അപ്പൊ ഇതൊരു എക്സ്പീരിയൻസ് തന്നെയാണല്ലോ എന്തൊക്കെ പറയുമ്പോഴും. ഇറ്റ് ഇസ് സംതിങ് ന്യൂ, യു വുഡ് നെവർ ഡു ദിസ് അതർവൈസ്. അപ്പൊ അത് ഫിസിക്കലി ടാക്സിങ് ആയിരുന്നു, പക്ഷെ ഇറ്റ് ഇസ് ഫൺ. ഒരു പുതിയ കാര്യം നമ്മൾ പഠിക്കുന്നു, അത് ചെയ്യാൻ ശ്രമിക്കുന്നു. അതും പക്ഷെ ഇപ്പൊ മീര എന്ന് പറയുന്നത് ഒരു നാട്ടുംപുറത്തെ ഒരു സ്ത്രീ എന്ന് പറയുമ്പോൾ ജനറൽ ആയിട്ട് നമ്മൾ നാട്ടുംപുറത്ത് കാണുന്ന സ്ത്രീകളുടെ ഒരു ബോഡി ലാംഗ്വേജ് വേണം. അതിന്റെ ഒപ്പം തന്നെ മീര എന്ന് പറയുന്നത് വളരെ വ്യത്യസ്തമായ ഒരു എൻവയോൺമെന്റിൽ ജീവിക്കുകയാണ്. അതായത് ഒറ്റയ്ക്ക് ഇതൊക്കെ ഉണ്ടാവുമ്പോ തന്നെ ഇവര് ഈ പറയുന്ന പോലെ സാധാരണ സൊസൈറ്റിയിൽ നിന്ന് കട്ട് ഓഫ് ആയി ജീവിക്കുന്ന അതിൻ്റെതായ ചില പെക്യുലാരിറ്റീസും ഇവരുടെ ബോഡി ലാംഗ്വേജിൽ ഉണ്ടാവണം.